ഇന്നത്തെ എൻ്റെ തോട്ട് സോഷ്യൽ മീഡിയയെക്കുറിച്ചാണ്. കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കാണാനിടയായി. അപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് ആലോചിച്ചു, നമ്മുടെ ലൈഫിൽ ഈ സോഷ്യൽ മീഡിയ എങ്ങനെയാണ് നമ്മുടെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നുള്ളത്. ഇന്ന് നമ്മളെല്ലാവരും ഒരു സത്യം മറക്കുന്നു. നമ്മൾ ഈ സോഷ്യൽ മീഡിയ കണ്ടിട്ട് നമ്മൾ അതിലുള്ളതുപോലെ ജീവിക്കുന്നു. ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്ത് വൈറലാവുന്നു. ആരൊക്കെയോ നമ്മുടെ കൾച്ചറിൽ നോർമൽ അല്ല എന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. ഇതെല്ലാം കണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് ആലോചിച്ചും ചിന്തിച്ചും ഇമോഷണലി കൺഫ്യൂസ് ആവും. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, സോഷ്യൽ മീഡിയ അല്ല റിയൽ ലൈഫ്. അത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഫുൾ പിക്ചർ അല്ല, ഒരു ഫ്രാക്ഷൻ ഓഫ് ടൈം മാത്രമാണ്. മേ ബി 5 സെക്കൻഡ്സ്, 30 സെക്കൻഡ്സ് ഓർ ഈവൺ എ മിനിറ്റ്. മറ്റുള്ളവരുടെ ജീവിതത്തിലെ ചെറിയൊരു ക്ലിപ്പ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ നമ്മുടെ മനസ്സിൻ്റെ ശാന്തിയും ബാലൻസും സമയവും കളയുന്നു. ആർക്കും ഇമോഷണലി നമ്മളെ കൺട്രോൾ ചെയ്യാനുള്ള അവകാശമില്ല, സ്പെഷ്യലി സ്ട്രേഞ്ചേഴ്സ് ഓൺ എ സ്ക്രീൻ. നമ്മൾ ഇതിൽ നിന്നെല്ലാം ഡിസോസിയേറ്റ് ചെയ്യണം. ഇത് നമ്മുടെ ലൈഫല്ല എന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം. നമ്മുടെ ലൈഫ് എവിടെയാണ്? നമ്മുടെ വീട്ടിൽ, നമ്മുടെ ഫാമിലിയിൽ, നമ്മുടെ വർക്കിൽ, നമ്മുടെ സൈലൻറ്റ് മൊമെൻറ്റ്സിൽ. സോഷ്യൽ മീഡിയ നമ്മളെ ഉപയോഗിക്കാൻ വിടരുത്, മറിച്ച് നമ്മൾ വൈസായി സോഷ്യൽ മീഡിയ ഉപയോഗിക്കണം. ഇതാണ് ഇന്നത്തെ എൻ്റെ തോട്ട്. ഇന്ന് ഞാൻ വളരെ എളുപ്പം, ഒരു 5 മിനിറ്റ് പോലും വേണ്ട, ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാങ്ങ ചമ്മന്തിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിളാണിത്. ചമ്മന്തി ഉണ്ടാക്കാനായി ഒരു ആവറേജ് സൈസ് പച്ചമാങ്ങ തൊലി കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം എരിവുള്ള 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 ഇഞ്ച് നീളത്തിൽ ഇഞ്ചി, അതും ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 തണ്ട് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ 1 കപ്പ് തേങ്ങയും ആവശ്യത്തിന് ഉപ്പും എടുത്തിട്ടുണ്ട്. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ട് കോഴ്സായിട്ട് അരച്ചെടുക്കണം. അങ്ങനെ അരച്ചെടുത്ത മിക്സ്ചറാണിത്. ഇത്രയേ ഉള്ളൂ, മാങ്ങ ചമ്മന്തി റെഡിയായി. എത്ര എളുപ്പം ഞാൻ ഈ മാങ്ങ ചമ്മന്തി ഉണ്ടാക്കിയെന്ന് കണ്ടില്ലേ? നമുക്ക് ആവശ്യത്തിനുള്ള ഇൻഗ്രീഡിയൻസ് കിട്ടിയാൽ മാത്രം മതി, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, വളരെ ടേസ്റ്റിയുമാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ എൻ്റെ ഡിഷസ് എപ്പോഴും വളരെ സിമ്പിളായിരിക്കും, എന്നാൽ ടേസ്റ്റിന് ഒരു കോംപ്രമൈസും ഇല്ല. യു ഹാവ് ടു റിയലി ട്രൈ ഇറ്റ് ഔട്ട്. നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. പിന്നെ ഇത് അപ്പത്തിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ വളരെ നല്ല കോമ്പിനേഷനാണ്. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. സീ യു ലേറ്റർ. ബൈ ബൈ.